കണ്ണൂരിൽ CPIM BJP അക്രമം തുടരുകയാണ്. ഗുജറാത്ത് മോഡലിൽ കണ്ണൂരിനെ പിടിച്ചെടുക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് സഖാക്കൾ ആരോപിക്കുന്നു. എന്നാൽ BJPയുടെ വളർച്ചയിൽ അന്ധാളിച്ചു പോയ CPIM കൈവിട്ട കളി കളിക്കുന്നുവെന്ന് BJPയും പറയുന്നു. ആക്രമണങ്ങളും കൊലപാതക രാഷ്ട്രീയവും ഇല്ലാതാക്കേണ്ടതു തന്നെ. ആ ഗ്യാപ്പിലാണ് രമേശ് ചെന്നിത്തലയും കളിക്കാനിറങ്ങിയത്. CPIMും BJPയും ഉണ്ടാക്കുന്ന ചോരക്കളി നിർത്തിക്കാനുള്ള ഒരു പ്രയത്നം. ഗവൺമെന്റ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് സമാധാനത്തിന്റെ പാതയിലേക്ക് ഈ പ്രദേശങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്നും അക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പോലീസിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. പരമാവധി ജനങ്ങളുടെ സഹകരണം തേടുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആഭ്യന്തരമന്ത്രിയാണല്ലോ, ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. എന്നാൽ ചെന്നിത്തലയുടെ പോലീസിന്റെ ഒത്തുതീർപ്പ് പരിപാടികളാണ് കണ്ണൂരിനെ ചോരക്കളമാക്കുന്നതെന്ന് VM സുധീരൻ പറഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിപട്ടിക പോലീസ് അതേപടി സ്വീകരിക്കുന്നുവെന്നും ചെന്നിത്തലയുടെ പോലീസ് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്നുവെന്നുമായിരുന്നു സുധീരന്റെ നിലപാട്. അത് വല്ലതും ഓർക്കുന്നുണ്ടോ ആവോ? അല്ല, അത് നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോട് അതാണ് സംഗതി. അതിക്രമണങ്ങളിൽ CPIMും BJPയും ആയതിനാൽ എന്തു വേണമെങ്കിലും തട്ടിവിടാം. എന്നാൽ സുധീരൻ പറഞ്ഞ ആ കാര്യം, അതായത് പോലീസിന്റെ ജാഗ്രത കുറവിനെ കുറിച്ച് ചോദിച്ചാൽ അത് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കും. ആഭ്യന്തരമന്ത്രിക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.